അക്ഷയ, ഈ നിമിഷം ഈ സൈന്യത്തിലൊരു ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ തെരച്ചിലിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. സോ വാട്ട്സ് ഹാപ്പനിങ് ആക്ച്വലി ഇൻ ദാറ്റ് സ്പെസിഫിക് പ്ലേസ്? There is a building owner who is saying that his two family members are still trapped inside. So we have asked him the location where he feels, and we are helping. It's just that to his satisfaction, if we get the job done, even he will get something. The equipment is also having detected something. Some signals have been detected. That detection was in another building. The equipment has again gone for charging. When it comes back, let's see. Now we are searching in another direction. We are searching for some other person. The scientist who came with the equipment, he has detected something in a separate building, and there is a owner of a separate building who is claiming that his two family members are still trapped inside. So we are now searching for that. We are helping that owner to find his two. So we have stopped that equipment-based searching. No, we haven't. That equipment has gone for charging. Once it's back, let's see. ഈ റഡാറിൽ നിന്നുള്ള ലഭിച്ച സിഗ്നൽ പ്രകാരമുള്ള മേഖലയിലെ തിരച്ചിൽ ഒന്നും കൂടി നടത്തും. ഇപ്പോൾ മറ്റൊരു മേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. ഇതിന് ഒരു 100 വർഷം. തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരച്ചിലിന്റെ തത്സമയ ദൃശ്യങ്ങൾ. അവിടെ ഒരു സ്ഥലത്തിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അരുൺ, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൃശ്യം കാണുമ്പോൾ ഒരു ഓട പോലെയൊക്കെ തോന്നുന്നു. ഓടയാകാനുള്ള സാധ്യതയൊന്നുമില്ല. ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതെന്താ ഒന്ന് പറയാമോ, ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഇപ്പോൾ ഈ സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്, ഈ സിഗ്നൽ ലഭിച്ച കെട്ടിടമുണ്ടല്ലോ അതിന് മുന്നിലായാണ് ഈ ഒരു മേഖല. ഈ കെട്ടിട ഉടമ പറയുന്ന അനുസരിച്ച് അവരുടെ 2 കുടുംബാംഗങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർക്ക് നൽകി. അപ്പോൾ അവിടെ ഉണ്ടാവുമെന്നൊരു ഉറപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതനുസരിച്ചാണ് ഈ ഒരു മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. അതായത് നമ്മുടെ സിഗ്നൽ ലഭിച്ച പ്രദേശമല്ല, സിഗ്നൽ ലഭിച്ച കെട്ടിടത്തിന് മുന്നിലായി ഏകദേശം ഒരു 10-20 മീറ്റർ അത്ര ദൂരത്തിൽ മുന്നിലായാണ് ഒരു തിരച്ചിൽ നടത്തുന്നത്. അത് ഒരു ഓടയല്ല അക്ഷയ, അത് ഈ കല്ലുകളും മണ്ണുകളും ഒക്കെ വന്ന് അങ്ങനെ രൂപപ്പെട്ട ഒരു വിടവാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട്, കലുങ്കാണോ ഇതെന്താ? ഇതിലൂടെ വെള്ളം കടന്നു പോകുന്ന ഒരു പാസേജ് ആണല്ലേ? അതെ, അത്തരത്തിലൊരു പാസേജ് കൂടിയാണ്. പിന്നെ ഇത് ആകെ ഭിന്നമായി കല്ലുകൾ, പാറകൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് ഉള്ളിലുള്ള ഒരു ചെറിയ വിടവായാണ് അത്. അവിടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അതായത് അതിന് സമയമുള്ള ഒരു കെട്ടിട ഉടമ പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചാണ് 2 കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ 2 കുടുംബാംഗങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവിടെ കാണാതായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തിരച്ചിൽ നടത്തുന്നതെന്നാണ് ഇപ്പോൾ സൈന്യം നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് ഇത് അല്പസമയം മുമ്പ് അദ്ദേഹം പ്രതികരിച്ചതാണ് അക്ഷയ. ഇതാ ദൃശ്യങ്ങളിൽ കാണാം, ഒരു കലുങ്കിന് സമാനമായിട്ടുള്ള കലുങ്കോ അതെന്താണെന്ന് നമുക്ക് പറയാനാകുന്നില്ല. അങ്ങനെയും ചെളി അവിടെ പൂണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ അതിനുള്ളിലായിട്ടാണ് തെരച്ചിൽ നടക്കുന്നത്. അവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് കുറേ കാര്യം, അതായത് നേരത്തെ തന്നെ ചില ഉദ്യോഗസ്ഥർ അതിനുള്ളിലേക്ക് പോയി കമ്പിയൊക്കെ വെച്ച് നോക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഹിറ്റാച്ച് ഉപയോഗിച്ച് അതിനുള്ളിൽ നിന്ന് മണ്ണും ചെളിയും പാറക്കഷ്ണങ്ങളും ഒക്കെയും ഉണ്ട്, അതൊക്കെ മാറ്റി തട്ടി നോക്കുന്നു. അതിനുശേഷം വളരെ പതുക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ആ ദൗത്യം ചെയ്യുന്നത്. അരുൺ, ഇതിപ്പം ഒരു ലൊക്കേഷൻ, ഒരു സ്പോട്ടാണല്ലോ ഈ നടക്കുന്നത്, ഇങ്ങനെ തെരച്ചിൽ നടക്കുന്നത്. മറ്റേതെങ്കിലും സ്പോട്ടിൽ ഇതുപോലെ നടക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ ഒന്ന് നൽകാമോ? പക്ഷെ നിലവിൽ ഇവിടെ തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത്. അതായത് ഇതിന് മുന്നിൽ വെച്ച് തിരച്ചിൽ നടന്നിരുന്നു. അവിടെയാണ് നേരത്തെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ഈ കെട്ടിടത്തിന്റെ ഈ സിഗ്നൽ ലഭിച്ച മേഖലയിൽ ഇപ്പോൾ അതിന് എതിർവശത്തായി, അതിന് മുൻവശത്തായാണ് തിരച്ചിൽ നടക്കുന്നത്. മറ്റു മേഖലകളിലൊന്നും ഈ ഇത്തരത്തിൽ ഒരു സിഗ്നൽ ലഭിച്ചത്, റഡാറിന്റെ സിഗ്നൽ ലഭിച്ചത് അനുസരിച്ചുള്ള തിരച്ചിലല്ലാതെ മറ്റു മേഖലകളിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. പതിവ് തിരച്ചിൽ 6 സോണുകളിലായൊക്കെ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മേഖലയിൽ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ നൽകിയ ഒരു കാര്യം നടന്നു എന്നുള്ളതാണ്. ഏറ്റവും ആശാവഹമായ ഒരു കാര്യം നടന്നു. അത് ജീവന്റെ സാന്നിധ്യം കണ്ടെത്തി ഈ റഡാറിൽ. അത് ഒരു ശ്വാസം ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിൽ അവിടെ പുരോഗമിച്ചു. ഈ റഡാറിന്റെ സഹായം ഇപ്പോഴും ആ മേഖലയിൽ വേണം. ഇപ്പോൾ റഡാറിന്റെ സാങ്കേതിക അതിന്റെ ചാർജ് കുറവായതിനാൽ അത് വീണ്ടും അത് ഇവിടേക്ക് എത്തിച്ച് വീണ്ടും തെരച്ചിൽ തുടരും എന്നുള്ള കാര്യമാണ്. അവിടെ തെരച്ചിൽ നടത്തും. അത് എനിക്ക് ഗൂഗിളിലേക്ക് കൂടി ഒന്ന് പോകണം. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം, ഈ സ്ഥലത്ത് മാത്രം, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് മാത്രമാണ് ഈ റഡാറിൽ ലഭിച്ച സിഗ്നലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത്.
ഗോകുലിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഗോകുൽ, എന്താണ് ഈ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്? അവിടുത്തെ ആ ഒരു മുൻപ് എന്തായിരുന്നു? അതായത് ഇപ്പോൾ ഈ ചെളി പൂണ്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്നതിനപ്പുറത്തേക്ക് മുൻപ് എന്തായിരുന്നു? ആ സ്ഥലത്തിനെ പറ്റി ഒന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? പക്ഷേ അതായത് നമുക്കും കേട്ടറിവുകൾ മാത്രമേ ഈ സ്ഥലത്തെ കുറിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതിൽ അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ നമ്മളിവിടെ വന്ന് ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ, ഇവിടുത്തുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ ലഭിക്കുന്ന ഒരു അല്ലെങ്കിൽ വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള ഈ സ്ഥലത്താണ് ഇവിടേക്ക് വലിയ പ്രളയജലം കുത്തിയൊലിച്ചു വന്ന് ഇവിടെ ആകെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നത്. ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു, അതിനടുത്ത് വീടുകൾ ഉണ്ടായിരുന്നു, ഇടയിലേക്ക് ഒരു ചാല് പോലെ ഒരു കലിങ്ക് പോലെ ഒന്നുണ്ടായിരുന്നു. അങ്ങനെ അതോടൊപ്പം പുറത്ത് ഒരു വലിയ ഒരു ടൗൺ പോലെ കുറെ കെട്ടിടങ്ങൾ, കടമുറികൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം തന്നെ തൂത്തെറിഞ്ഞാണ് ഇങ്ങനെ വലിയൊരു മൺകൂന ഇവിടെ വന്നു നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു പ്രദേശത്ത് സിഗ്നൽ കിട്ടിയതിന് അടുത്ത് തന്നെയാണ് ഇപ്പോഴും ഈ തിരച്ചിൽ നടക്കുന്നത്. അത് ഒരു പതിവ് തിരച്ചിലിന്റെ ഭാഗമായി തന്നെ ആർമി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഈ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും പരിശോധിക്കും. അതിനുശേഷമായിരിക്കും അവിടെ വീണ്ടും ഒരു പരിശോധന ആരംഭിക്കുക. കാരണം അവിടെ അല്പം സൂക്ഷിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ കാണുന്ന ഇതുപോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഒരു റഫായിട്ടുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ള ഒരു പരിശോധനയും അവിടെ സാധ്യമല്ല. കാരണം അതെങ്ങനെയാണ് അവിടെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കിടപ്പ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വേണം മണ്ണ് നീക്കാനും അതിനുശേഷം ആ ജീവനെ പുറത്തേക്ക് എടുക്കാനും. സ്വാഭാവികമായി സിഗ്നൽ നൽകുന്ന വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആ ജോലികൾ നടക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ സിഗ്നൽ പരിശോധനയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് ഈ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കാരണം സമയം ഇങ്ങനെ വൈകി വരികയാണ്. അതൊരു വലിയ വെല്ലുവിളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ സമയം പോകുന്നതിന് മുൻപ് തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇന്ന് ഒരു ശുഭവാർത്ത നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായാലും ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സന്ധ്യ ആവുമ്പോഴേക്കും, ഈ സന്ധ്യ അവസാനിക്കുമ്പോഴേക്കും ഒരു ശുഭവാർത്ത, ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത ഈ 4 ദിവസത്തിനുള്ളിൽ ഒന്നും നമുക്ക് നൽകാൻ ഇവിടെ നിന്ന് കഴിയാറില്ല. അല്ലെങ്കിൽ അത്തരം അവസ്ഥയാണ് ഇവിടെ. അതിന് മാറ്റി ഒരു ശുഭകരമായൊരു വാർത്ത ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടി നമ്മൾ നിൽക്കുകയാണ്. ശ്വാസത്തിന്റെ ഒരു സിഗ്നൽ വന്നു. ആ സിഗ്നൽ എന്താണെന്നുള്ളത് പരിശോധിക്കാം. അതേസമയം തന്നെ അവിടെ മണ്ണ് മാന്തിയതിനു ശേഷം വീണ്ടും റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും പരിശോധന നടത്തുകയാണ്. അല്ലെങ്കിൽ ഞാൻ അരികിലേക്ക് പോയിക്കോട്ടെ ഗോകുൽ. അതെ, ഇപ്പോൾ അദ്ദേഹം ഹിറ്റാച്ചിയിൽ കയറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്ലൗസ് ഒക്കെ ധരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു. അവിടെ നിന്ന് We have had your time, please. Now, please. Sun is setting down. Let us work here. Have a heart now.